വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ ചോദ്യം ചെയ്തു. സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്തത്. തനിക്കറിയാവുന്നതെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് കെ സുധാകരൻ ചോദ്യം ചെയ്യലിന് ശേഷം പറഞ്ഞു. അതിനെക്കുറിച്ച് പോലീസിൻ്റെ ഞാൻ എൻ്റെ കത്തെൻ്റെയൊക്കെ അവരെ ബന്ധുക്കളിലൊക്കെ വന്ന് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, എനിക്ക് കത്ത് തന്നിരുന്നു. അതൊക്കെ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കാൻ വേണ്ടി പോലീസുകാർ വന്നു, സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, അവർ പോയി. അങ്ങനെ നേതാക്കൾ ഞങ്ങളൊരു കമ്മിറ്റി അവിടെ ഉണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ. ഞാൻ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ KPCC നേതൃത്വത്തിന് ഒരു ടീമിനെ ഉണ്ടാക്കി, അവരെ ഏൽപ്പിച്ചു. അവർ ചർച്ച നടത്തി, അവരന്വേഷിച്ചു. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറ്റവാളികൾ, കുറ്റം ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് ചർച്ച നടത്തി അതിൻ്റെ മേലെ യുക്തമായ തീരുമാനം അവർ സ്വീകരിക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ M സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഈ ചോദ്യം ചെയ്യലിന് ശേഷം സുധാകരൻ പ്രതികരിച്ചാണ് ഏറെ പ്രസക്തം. പാർട്ടി കാര്യങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ച ശേഷം ഉചിതമായ തീരുമാനമെടുക്കും. 2 പേർ മരിച്ചുപോയി, 2 പേർ ആത്മഹത്യ ചെയ്തു, കോൺഗ്രസിൻ്റെ നിലപാടിൻ്റെ ഇരകളായി. അതായത് NM വിജയനും മകനും ആത്മഹത്യ ചെയ്ത് 2.5 കോടി രൂപ ബാധ്യത ആയതിനെ തുടർന്നാണ്. അതിൻ്റെ ഉത്തരവാദികൾ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും VD സതീശനും കെ സുധാകരനുമാണ്. എന്താണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൻ്റെ വിശേഷങ്ങൾ? സിജു, കെ സുധാകരൻ്റെ കണ്ണൂർ നടാലിലെ വീട്ടിലെത്തി 1.5 മണിക്കൂറിലധികമാണ് സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പ്രധാനമായും ഈ അന്വേഷണ സംഘം ഈ NM വിജയൻ സുധാകരൻ അയച്ച കത്ത്, ആ കത്തിൽ പറയുന്ന വിശദാംശങ്ങളെക്കുറിച്ച് സുധാകരന് എന്തൊക്കെ അറിയാം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. കാരണം ഈ നിയമന കോഴയുടെയും സാമ്പത്തിക വഞ്ചനയുടെയും വളരെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഈ കത്തിൽ NM വിജയൻ ആത്മഹത്യക്ക് മുൻപ് ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം കെ സുധാകരൻ അയച്ച കത്തിൽ മായി തന്നെ പറയുന്നുണ്ട്. അതിൽ കെ സുധാകരന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അതിൻ്റെ വസ്തുത എത്രത്തോളമാണ്, ഇതിൽ പങ്കാളിത്തമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കെ സുധാകരനിൽ നിന്നും ഇപ്പോൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. കാരണം ഇത്രയും വലിയ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ തീർച്ചയായും KPCC നേതൃത്വത്തിന് അത് സംബന്ധിച്ച വ്യക്തത ഉണ്ടാകും എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം സുധാകരൻ പ്രതികരിച്ചത് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ കത്തിനെ കുറിച്ച് താൻ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങൾ അന്വേഷണവുമായി സഹകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന സംഘം കെ സുധാകരനിലേക്ക് എത്തുമ്പോൾ, ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അന്വേഷണം കെ സുധാകരനിലേക്ക് എത്തുമ്പോൾ ഈ വയനാട്ടിലെ DCCയുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രം പഴിചാരിക്കൊണ്ട് ഈ കേസിൽ നിന്നും നേതൃത്വത്തിന് തലയൂരാൻ കഴിയില്ല എന്നുള്ളതിലേക്ക് തന്നെയാണ് എത്തുന്നത്. തീർച്ചയായും KPCC നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള നിയമന വിവാദങ്ങളും തുടർച്ചയായ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. സിജു, സന്തോഷ്, ഈ NM വിജയൻ പലപ്പോഴായി നേരിട്ട് തന്നെ സുധാകരനോട് പറഞ്ഞിട്ടുണ്ട് താൻ കടക്കണിയിലാണ്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും പറഞ്ഞ് പലരിൽ നിന്ന് പണം വാങ്ങി. അതിനുശേഷം കത്തെഴുതി വെച്ചു, കത്തിലൂടെ കാര്യങ്ങൾ അറിഞ്ഞു. ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് സുധാകരനോട് പലവട്ടം പറഞ്ഞതാണ്. എന്നിട്ടും അത് ഗൗരവത്തിലെടുക്കാതെ ആ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് തള്ളുവിട്ടതിന് ഉത്തരവാദി, ആ പ്രതിസ്ഥാനത്ത് കെ സുധാകരൻ തന്നെയുണ്ട്. ഇന്ന് വളരെ നിസ്സാരമായി മാധ്യമങ്ങളിൽ പറയുകയാണ് തനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞൊഴിയുകയാണ് സുധാകരൻ. തീർച്ചയായും അതുതന്നെയാണ്. കാരണം അന്ന് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിൽ, സാമ്പത്തിക പ്രതിസന്ധിയിലും മാനസിക പ്രയാസത്തിലും ഉള്ളപ്പോഴാണ് NM വിജയൻ കത്തിലൂടെയും അല്ലാതെയും തന്നെ ഈ നേതൃത്വത്തെ എല്ലാം ഇത് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. KPCC പ്രസിഡന്റിനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളെയും പ്രതിപക്ഷ നേതാവിനെയും എല്ലാം ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് കത്തിലൂടെയും നേരിട്ടും ഫോണിലൂടെയും ഈ വിഷയങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കെ സുധാകരനും കൃത്യമായും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. അന്ന് ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയും ആവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ NM വിജയൻ ആത്മഹത്യ ചെയ്യുന്ന ദാരുണ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കേവലം ഒരു പ്രാദേശിക വിഷയമായി പറഞ്ഞു ഒഴിയാൻ നേതൃത്വത്തിനും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തോട് മരണത്തിന് മുൻപും ശേഷവും KPCC നേതൃത്വം കടുത്ത അനീതിയാണ് കാട്ടിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ തെളിവുകൾ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയും അത് കുടുംബം ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറയുകയും ചെയ്തത്. സിജു, ശരി. M സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ കെ സുധാകരനെ കണ്ണൂരിലെ വീട്ടിലെത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു.